നിങ്ങളിപ്പോൾ കാണുന്നത് 4 യുവാക്കളും ഒരു പട്ടിയും കാണുന്ന ഒരു വീഡിയോ ആണ്. എന്നാൽ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇന്നത്തെ സമൂഹത്തിൽ ഒരു കൂട്ടം ഫ്രണ്ട്സിനിടയിൽ നടക്കുന്ന ചെറ്റത്തരം എന്താണെന്നാണ്. അതിപ്പോൾ നിങ്ങൾ കാണും. 4 പേർ ഇരിക്കുന്ന കൂട്ടം, അവരെല്ലാവരും ചിരിച്ചും കളിച്ചും സംസാരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ചെറ്റത്തരം നടക്കുന്നു. കൂടെ നിന്ന് ഒരുത്തൻ വലിച്ചുകൊണ്ട് പോയി. എന്താ, ഞാനും കൂടെ നിൽക്കുന്ന എൻ്റെ വിനായകൻ എന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാരും പൊട്ടന്മാരാണോ? വാ തോരാതെ അവർ സംസാരിക്കുന്നു. നമ്മൾ അവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. 2 ആത്മാക്കളെ മാറ്റി നിർത്തിയിട്ട് ഇതിൽ നിന്നൊരു പൊട്ടൻ ആത്മാവിനെ അവൻ എടുത്തുകൊണ്ട് പോയി അവനോട് കാര്യം പറയുന്നു. എന്തിൻ്റെ ആവശ്യം? നമ്മളെന്താ മനുഷ്യരല്ലേ? ഇത് അനീതിയാണ്. നിനക്കറിയാൻ മനസ്സിലായില്ല? എൻ്റെ മനസ്സിലായല്ല. നിനക്കൊന്നും പ്രതികരിക്കാൻ വയ്യ. ഞാൻ പ്രതികരിക്കും. ഇനി ഈ പോയ അലന്റെ കൂടെ നമ്മൾ മിണ്ടണ്ട. ആ ഒരു വെയിറ്റ് നമ്മൾ 4 പേര് നിന്നിട്ട് അവൻ നിന്റെ ഇടയിൽ നിന്ന് ഒരാളെ വിളിച്ചോണ്ട് പോണ. എനിക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. രഹസ്യം പറച്ചിൽ നിനക്ക് സഹിക്കാൻ പറ്റുന്ന നിന്നെ വിളിച്ചില്ലായിരിക്കും. അളിയാ, ഇത്രയും കൂട്ടുകാരന്മാർ നിലനിന്നിട്ട് ഇവ എന്തിനാണ് അവനെ മാത്രം വിളിച്ചോണ്ട് പോണ? അല്ലെങ്കിൽ തന്നെ ഇവ എന്തിനു വിളിക്കുമ്പോൾ പോവാൻ നിൽക്കുന്ന നമ്മൾ പൊട്ടന്മാരാക്കിട്ട്. നിന്നെ പൊട്ടനാക്കുന്ന വീട് അത് അറിയാ. എന്നെ എന്തിനു പൊട്ടനാക്കുന്ന? ഞാൻ എന്ത് പൊട്ടനാണ്? നീ കണ്ണ് എപ്പോഴും തള്ളല്ലേ, അത് പ്രശ്നമായി മാറും കേട്ടാ. രാവിലത്തെ ആ സംഭവത്തിന് ശേഷം നമ്മളെല്ലാവരും കൂടെ ഉച്ചയ്ക്ക് വയലിൻ്റെ അടുത്ത് വന്നിരുന്നു കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും ആ കാര്യം സംഭവിച്ചു. കൂട്ടത്തിൽ നിന്ന് ഒരുത്തന്നെ വീണ്ടും വലിച്ചുകൊണ്ട് പോയി രഹസ്യം പറയാൻ. അതിൽ നിന്നും അത്ഭുതം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ നേരത്തെ ഇവന്മാരെ കുറ്റം പറഞ്ഞ വിനായകനാണ് ഇവൻ്റെ കൂടെ ചിരിച്ചോണ്ട് പോയത്. അവനൊന്ന് എതിർത്ത് പറഞ്ഞുകൂടായിരുന്നു, അവൻ എതിർത്തില്ല. വിനായകനൊരു ചെറ്റയാണ് ഞാൻ അവിടെ തിരിച്ചറിഞ്ഞു. എന്തോ സ്വഭാവടാ, നമ്മൾ രണ്ടുപേരും ഇവിടെ നിൽക്കല്ലേ, അവനെ മാറ്റി വിളിച്ചോണ്ട് സംസാരിക്കുന്ന എന്തിനാ? ഇയാൾ കുറച്ചെന്നെ സർബത്തടിക്കാനാണ് ഇവിടെ പോയത്. നീ ഇത് തന്നെയല്ലേ ചെയ്താ? അല്ല, ഇതിന് ഞാനൊരു മാറ്റം വരുത്തും. മിക്കവാറും എൻ്റെ കൈ കൊണ്ടിരിക്കാനായിരിക്കും അവൻ്റെ അവസാനം കേട്ടാ. അല്ല, ഇതിന് ഞാനൊരു അവസാനം ഉണ്ടാകും. ഇനി ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ പരിപാടി എടുക്കാൻ അടിച്ചാൽ ഇത് രണ്ടും നടന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തീ പോലെ കത്തി പടരുകയായിരുന്നു. അപ്പോഴാണ് അടുത്ത കാര്യം വീണ്ടും അവിടെ സംഭവിച്ചത്. ഈ ന്യൂഡിൽസ് തലയൻ എന്നെ റാഞ്ചിക്കൊണ്ടുപോയി, അതും അവന്മാരെ മുന്നിൽ വെച്ച്. എനിക്ക് അത്ഭുതമായിരുന്നു. ഇവനെന്താ ഒറ്റയ്ക്ക് സംസാരിച്ചാന്ന്. അവന്മാർ വരെ പേടിച്ചു പോയി. ഇത്രയും കുറ്റം പറഞ്ഞ് എന്നെ അവൻ വലിച്ചോണ്ട് പോയി. പിന്നെ എന്തൊക്കെ ഉണ്ടടാ വിശേഷമൊന്നുമില്ല, നീ കാര്യം പറ. കാര്യം എന്തോന്ന്? അല്ല, വിശേഷം ചോദിക്കാൻ നിന്നെ എന്തൊരു കട്ടി എന്തോന്നിട്ട് ഒരു കട്ടിയില്ല. ഇവ ഈ കാണിക്കുന്നത് ശരിയാണോ? ഇവൻ ഈ കാണിക്കുന്നത് ശരിയല്ലെങ്കിൽ പിന്നെ ഇയാൾ നേരത്തെ അവനെ മൂട്ടി പോയിരുന്നു സംസാരിച്ചത് ശരിയാണ്? ഇയാൾ അതിനു മുന്നേ അവന്റെ മുമ്മൂട്ടി പോയിരുന്നു സംസാരിച്ചത് ശരിയാണ്? അപ്പൊ രണ്ടും വെട്ടിപ്പോയി. കുറെ ആളായില്ലേ ഒന്ന് അടുത്ത് കിട്ടിയിട്ട്. നീ ഇപ്പൊ രഹസ്യം പറയാൻ കൊണ്ടുവന്ന എന്തെന്ന് പറയാൻ? രഹസ്യമൊന്നുമില്ല, ഞാൻ വെറുതെ വന്നത്. വെറുതെ വന്നാ? നീ പിന്നെ അവന്മാരെ കൂട്ടത്തിൽ പിടിച്ചോണ്ട് വന്ന എന്തിനും ഇങ്ങോട്ട്? അവന്മാരൊക്കെ അവിടെ നിന്ന് സംസാരിക്കല്ലേ, അതുകൊണ്ട് ഞാൻ നീ കുറച്ച് മെലിഞ്ഞ തടിച്ച എന്ത് പറ്റി? രണ്ടും ഒരുമിച്ച് സംഭവിച്ചു. നീ എന്തിനു വിളിച്ചെന്ന് പറ. നീ എന്ത് രഹസ്യം പറയാൻ ഇപ്പൊ വിളിച്ചാൽ കാര്യം പറ. രഹസ്യമൊന്നുമില്ല, ഞാൻ വെറുതെ വിളിച്ച. ഒരു കാര്യമില്ലേ? ഒന്നുമില്ല. നീ ഇപ്പൊ മൂലയ്ക്ക് വിളിച്ചത്? നീ അത് എനിക്ക് അങ്ങനെയൊക്കെ കൊണ്ട് സംസാരിക്കാൻ ഇച്ചിരി ഇഷ്ടമാണ്, അതുകൊണ്ട് വിളിച്ചത്. നിനക്ക് അവന്മാരെ കൂട്ടത്തിൽ നിന്ന് പറഞ്ഞാ പോര്. അതിനിപ്പോ എന്ത്? ചോദിക്കണം. എടാ, നമ്മൾ ഇത്ര പേര് നിൽക്കുമ്പോ ഇവൻ നിന്റെ മാറ്റി വിളിച്ച് സംസാരിക്കുന്ന എനിക്കത് ഇഷ്ടമല്ല. കാര്യം ഞാൻ പറഞ്ഞു തീർക്കട്ടാ. ഞാൻ എന്തെങ്കിലും കുറ്റം ചെയ്താടാ? നമ്മൾ 4 പേര് ഒരുമിച്ച് നിൽക്കുമ്പോ നീ നമ്മുടെ അടുത്ത് എല്ലായിടത്തും സംസാരിക്കും. നീ മാറ്റി നിർത്തി സംസാരിക്കുന്നില്ല. ഇവ എന്റെ അടുത്ത് സംസാരിക്കുന്നേ. എന്റെ പൊന്നു ബ്രോ, ഞാൻ സംസാരിച്ചോട്ടു. ഇത്രയ്ക്ക് ആക്രാന്തോ എന്റെ അടുത്ത് ഇവൻ ചോദിക്കുന്നേ. എന്തൊക്കെയുണ്ട്? സുഖമാണ്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? എനിക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എന്റെ അടുത്ത് എന്റെ മാറ്റി നിർത്തിയിട്ട് ചോദിക്കാനേ. എന്തൊക്കെയുണ്ട്? സുഖമാണ്. എന്തൊക്കെയുണ്ട്? എന്റെ കൂടെ പറഞ്ഞ എന്തെന്നറിയാവോ? എടാ, നീ പഴത്തിന്റെ അകത്ത് ന്യൂട്ടല്ലോ വെച്ച് കഴിച്ചിട്ടുണ്ടോ? അത് ഞാൻ കഴിച്ചിട്ടില്ല, പക്ഷെ ഏത്തപ്പഴത്തിന്റെ ഇടയ്ക്ക് ഞാനിപ്പം കട്ട് ചെയ്ത് തെറ്റി കഴിച്ചിട്ടുണ്ട്. എന്റെ അടുത്ത് ചോദിച്ചെന്താണെന്നറിയോ? എടാ, ഈ ടെമ്പിൾ റൺ ഗെയിമിന്റെ കുരങ്ങൻ വലുതായി, ഇപ്പൊ വലിയ കുരങ്ങനാണ് ഓടുന്നത്. ഇടയ്ക്ക് എനിക്ക് കുണം വന്ന് ഞാൻ കുരങ്ങന്റെ മുന്നേ അവനെ ഇട്ട് കൊടുക്കും. ഇത് കാണിക്കാനാണ്ടാ നീ എന്നെ വിളിച്ചു വരുത്തിയ? അല്ല, ചുമ്മാ കണ്ട ഞാൻ എന്തോ ഇത് ഈ കുരങ്ങ് വലുതാവുന്ന കാര്യം ഇവനെ മാറ്റി നിർത്തി പറയുന്നത്. നമ്മുടെ അടുത്ത് പറഞ്ഞ പോട്ടുകാ. നിങ്ങളുടെ അടുത്തൊക്കെ ന്യൂട്ടലിടയും കുരങ്ങൻ എന്റെ അടുത്ത് പറയണേ. എന്തൊക്കെയുണ്ട്? പിന്നെ വേറെന്തൊക്കെയുണ്ട്? അത് കുറ്റമായിട്ട് എന്തോന്നാ? കുറ്റം നിനക്ക് നമ്മളെ മുന്നിൽ ഇത് പറഞ്ഞ പോലെ ഇതൊക്കെ ഇഷ്ടം. എനിക്ക് സുഖമാണെന്നൊക്കെ എന്റെ അടുത്ത് എന്റെ മുഖത്തേക്കാണ് സുഖമാണെന്ന്. നിന്റെ അടുത്ത് അങ്ങനെ ഒരാൾ ചോദിച്ചാൽ നീ എന്ത് ചെയ്യും?
സുഖമാണ് അത്രയ്ക്ക് സുഖമില്ലാത്തവനാ ഞാൻ. അളി എനിക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് പോയിരുന്ന് സംസാരിക്കുന്ന എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഹാഷിർ. അങ്ങനെ വിളിച്ചോണേ. എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു നിനക്ക് ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞു നിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ അവനെ അക്സെപ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയി കണ്ട. ഇതാണ് ഈ സ്വഭാവന്റെ മാറത്തില്ല. അത് കൊണ്ടുപോകാൻ പറയേ. അത് ശരിയുള്ള കാര്യമില്ല. കാര്യങ്ങൾ ചെയ്യുന്ന എന്താണ്? അല്ല എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. ഇതെന്താ സ്വഭാവമാണ്? നമുക്ക് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത നിന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന അവനെ കൊണ്ടുപോയി. ഇത് അനീതി. പിന്നെ നിന്നെ ഇത് ചതി. നിന്റെ തന്ത്രി പറഞ്ഞ രഹസ്യം എന്റെ അടുത്ത് ഇപ്പൊ പറഞ്ഞു കാര്യമില്ല. ഇത് കൊടുംചതി. ഇത് അനീതി. കുഴപ്പമില്ല. ഇത് സംഭവിക്കില്ല. ഇത് സംഭവിക്കാൻ പാടില്ലാത്തത്. കൊണ്ടുപോയിട്ട് ചോദിക്കുകയാണേ വീണ്ടും സുഖം തന്നെയെന്ന്. നമ്മളെ കൂട്ടത്തിൽ നിന്ന് ആരെയും ഒറ്റയ്ക്ക് പിടിച്ച് രഹസ്യം പറയണം. നിനക്ക് ഇനി നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ സംസാരിക്കുന്നുള്ളൂ. ഇനി നമ്മളെ ഇടയിൽ നിന്ന് ആരെയും പിടിച്ചോണ്ട് പോകണ്ട. നീ ഒറ്റയ്ക്കല്ലേ വീട്ടിൽ പോണ? നമുക്ക് വീട്ടിൽ പോവാം. അവൻ നമ്മുടെ അടുത്ത് മാത്രം അങ്ങനെ പറയുന്നില്ല.